ഇപ്പോൾ ഈ അടുത്ത് വിനായകൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് മമ്മൂക്കയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടുള്ളൊരു ഓറയാണ്. ശരിക്കും എന്താണ് ഈ ഓറ? പോസിറ്റിവിറ്റി. അത് പോസിറ്റീവ് ഓറ. പോസിറ്റിവിറ്റി ഒരാളിൽ ഉണ്ടാവാൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഒറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി. മമ്മൂട്ടിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിനെ കൊണ്ടാണോ മമ്മൂട്ടി അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്? അല്ലല്ലോ. അല്ല. ഈ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ എഫേർട്ട് ഇല്ലാത്ത കാര്യമാണോ? അല്ല. നല്ല പണിയല്ലേ? യെസ്. പൈസ കിട്ടും എന്നുണ്ടെങ്കിൽ പോലും, പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളാണെങ്കിൽ പോലും വീണ്ടും ഈ പ്രായത്തിലും അഭിനയിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. കർമ്മയോഗ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് യോഗയിൽ. അതിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഫലേശയില്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത്തരത്തിൽ ആ പറയുന്ന പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രോസസ്സുകളിലൂടെയും അവർ പോകുന്നതിനെ കൊണ്ടാണ്, ആ പറയുന്ന വ്യക്തി പോകുന്നതിനെ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന കാര്യം നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ആ പ്രോസസ്സുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഒന്ന് നോക്കൂ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള കുറേ സ്ട്രാറ്റജീസ്, അത് ശരീരം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മനസ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല സ്ട്രാറ്റജീസും ചെയ്തിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചുറ്റിലുമുള്ള നമ്മളുടെ കാന്തിക പ്രഭാവം കൂടുന്നു. അതാണ് ഓറ. അതാണ് ഓറ. അതിനെ കൊണ്ടാണ് ആ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ഇത്രയും വെൽത്ത് ആണെന്നുണ്ടെങ്കിലും സൗന്ദര്യമാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അക്യൂമുലേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത് ആ പ്രാക്ടീസാണ്. ആ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ ജീവിതത്തിൽ 100% സമർപ്പിക്കുന്നു എന്നുള്ളതിനെ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്.